ഗുരുതരമായ ആരോപണമാണ് പി സി ചാക്കോ താങ്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിനെന്ത് മറുപടിയാണ് നൽകാനുള്ളത്? ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമോ? സി പി സി ചാക്കോ എന്ന് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. അതിൽ വളരെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പോലും കേസ് നിലനിൽക്കുകയാണ്. ഗിരീഷ് ബാബു കൊടുത്തൊരു കേസിൽ കോടതി അത് സ്വീകരിക്കുകയും സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ്, പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടിയിട്ട്. കാരണം അതിൽ ഒരു മന്ത്രി ഇൻവോൾവാണ്, എ കെ ശശീന്ദ്രൻ. അതുപോലെ തന്നെ ഇപ്പോൾ PSC മെമ്പറായ രമ്യയും ഇൻവോൾവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ അനുമതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് ഗിരീഷ് ബാബു ഗവർണർക്കും സർക്കാരിനും അനുമതി നൽകണമെന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അതിൽ തന്നെ ആലുവയിലുള്ള NCPയുടെ തന്നെ ഒരു അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ആൾ, അദ്ദേഹം കേസ് ഈ പറയുന്ന ഗിരീഷ് ബാബുവിൻ്റെ കേസിൽ അദ്ദേഹം ഇപ്പോൾ ഗിരീഷ് ബാബു മരിച്ചതിന് ശേഷം ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്കും അതുപോലെ തന്നെ ഗവർണർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെളിവുകളില്ലാതെ ഒരു കോടതി സ്വീകരിക്കുമോ? മാത്രമല്ല, മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിജിലൻസിനും ക്രൈംബ്രാഞ്ചിനും അന്ന് ഞാൻ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ വെളിച്ചത്തിലാണ് അത് DGP ക്രൈംബ്രാഞ്ചിന് കൊടുത്തൊരു അന്വേഷണം നടത്തുന്നുണ്ടായി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അന്ന് ഈ കാര്യങ്ങളെല്ലാം PC ചാക്കോയുടെ സെക്രട്ടറി ആയിരുന്ന, പിന്നീട് മന്ത്രിയുടെ PAയുമായിരുന്ന ബിജു ആബേൽ വളരെ കൃത്യമായി അന്ന് നടന്ന അഴിമതിയുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ, അതിൻ്റെ ആ ഓഡിയോ ക്ലിപ്പിംഗ് മുഴുവനായും മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളതാണ്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. ആ സംഭാഷണത്തിൽ അന്ന് ഈ പറയുന്ന കുട്ടനാട് MLA തോമസ് കെ തോമസും ഉണ്ട്. ആ തോമസ് കെ തോമസ് അഡ്വക്കേറ്റ് ലേഖ ഗണേഷിനോട് ചോദിക്കുമ്പോൾ ലേഖ ഗണേഷ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 20 ലക്ഷം രൂപ എന്നിൽ നിന്നും മന്ത്രിയുടെ ഏറ്റെടുത്തായിട്ടുള്ള ഇപ്പോഴത്തെ NCPSൻ്റെ സംസ്ഥാന ട്രഷറിയായിട്ടുള്ള കുഞ്ഞുമോൻ വാങ്ങിച്ചു. പിന്നീട് ഈ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവസാനം ഈ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, രമ്യയുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ആ പൈസ എനിക്ക് പലപ്പോഴായിട്ടാണ് എനിക്ക് ആ പൈസ ഇരുന്ന് എനിക്ക് വലിയ നഷ്ടങ്ങൾ പറ്റി. 50 ലക്ഷത്തിന് ചോദിച്ചിരുന്ന് അയാൾക്ക് കമ്മീഷൻ വേണ്ടെന്ന് പറഞ്ഞു, 10 ലക്ഷം ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് ബിജു ആബേൽ പറഞ്ഞിരിക്കുന്നത്. 6 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ശശീന്ദ്രൻ ഈ നിയമനം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ കറക്റ്റല്ലേ? ശശീന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ, കുഞ്ഞുമോൻ വഴി പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ശശീന്ദ്രൻ അത് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ പിന്നീട് തോമസ് കെ തോമസിനെ 5 കൊല്ലത്തേക്ക്, 2.5 കൊല്ലം കഴിഞ്ഞാൽ മാറണ്ടാണല്ലോ, ആ 2.5 കൊല്ലം കൊണ്ട് തമ്മിലുള്ള ആ മന്ത്രിസ്ഥാനം മാറ്റിക്കൊണ്ട് 5 കൊല്ലം നിലനിർത്തി കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനത്തിലാണ് ചാക്കോയുടെ ആളെ നിയമിക്കാനായിട്ട് അന്ന് ശശീന്ദ്രനെ സമ്മതിച്ചിട്ടുള്ളത്. ഈ അത്തരത്തിലൊരു ഇത് നടന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തോമസ് കെ തോമസിനെ നേരത്തെ 2 വർഷം കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം നടപ്പിലാക്കാതിരിക്കുന്നത്. ഇതെല്ലാം തെളിവുകളാണ്. ഞാൻ പറയുന്നത്, അന്ന് ഞാൻ മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞു തോമസ് കെ തോമസിൻ്റെ മൊഴി എടുക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ആ മൊഴി എടുക്കാതെ, ഞാൻ കൊടുത്ത വോയിസിൽ ആ പറയുന്ന ഓഡിയോയിലുണ്ടല്ലോ തോമസിൻ്റെ ഈ ശബ്ദരേഖയും ബാക്കിയല്ലാണ്ട്, എന്തുകൊണ്ട് ആ മൊഴി എടുത്തില്ല? അപ്പോൾ ഇത് തേച്ച് മാച്ച് കളയാനുള്ളൊരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പും ഇപ്പം ഞാൻ പറയുന്നത് INL 40 ലക്ഷത്തിൻ്റെ ഇവിടെ പുറത്തു വന്നല്ലേ, JDSൻ്റെ വന്നല്ലേ, ഇപ്പോൾ CPMൻ്റെ 20 ലക്ഷത്തിൻ്റെ വന്നിട്ടത് ഇപ്പോൾ എൻക്വയറിയിലേക്ക് പോകാൻ എന്നുള്ള സമയത്താണല്ലോ അതിനുവേണ്ടി വാങ്ങിച്ചല്ല എന്നൊക്കെ പെട്ടപ്പോൾ നടക്കുന്ന ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ഇതിനപ്പുറമാണ് NCPയിലെ അഴിമതി, തെളിവുകളടക്കമാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഒരു 25 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ നമ്മുടെ പീതാംബര മാഷ മകൻ്റെ പേരിലും, അതേപോലെ തന്നെ 10 ലക്ഷം രൂപ ഈ ജയൻ പുത്തപ്പൻ്റെ പേരിലും ഈ രമ്യ തന്നെ ക്യാഷായിട്ട് മറ്റേ ത്രൂ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാ തെളിവുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചാക്കോ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അങ്ങനൊന്നും അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് ശരിയല്ല. മനസ്സിലായി? മറ്റൊന്ന് ചാക്കോ പറഞ്ഞൊരു ആരോപണത്തിനാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. അതായത് ചാക്കോ പറയുന്നത്
കള്ളപ്പണ ഇടപാടിൽ ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണെന്നാണ്. അതായത് ജയിലിൽ പോയിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എന്നെ അത്തരത്തിൽ ഈ പറയുന്ന കള്ളപ്പണമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ ഒരു ദിവസമെങ്കിലും എന്നെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും എന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലല്ല വിദേശത്ത് കൂടിയാണെങ്കിൽ പോലും, അത് ചാക്കോനെ തെളിയിക്കാനായിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അത്തരത്തിലുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയം നിർത്താൻ തയ്യാറാണ്. പക്ഷേ അതില്ല എന്ന് വന്നാൽ ചാക്കോ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇല്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് ഈ നടന്ന കാര്യങ്ങളെ ഇല്ലാതാക്കാൻ അത് ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, തെളിവുകളിലൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കാൻ കാരണം എന്താവും? അല്ല, അദ്ദേഹം ആരോപണം ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇത്തരത്തിൽ പത്രങ്ങളിൽ വന്നപ്പോൾ ഇതിനെല്ലാം കാരണം ഇത് മുൻപേ തെളിവുകളടക്കം കൊടുത്തിട്ടും സർക്കാർ അതിന് നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം ചെയ്യാൻ കഴിയുമെന്ന ധാരണയിൽ ആളുകൾ പൈസ കൊടുക്കാനും തയ്യാറാകുന്നത് ഇത്തരം പോസ്റ്റുകൾക്ക്. അല്ലെങ്കിൽ അന്ന് കൃത്യമായി നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഈ രമ്യനെ പുറത്താക്കുകയും അതുപോലെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ നടപടി എടുത്തിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ഈ PSC മെമ്പർ സ്ഥാനം കച്ചവടത്തിൽ നിന്നുള്ളൊരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ പത്രസമ്മേളനം നടത്തിയതും ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ആരോപണമായിട്ട് വന്നിട്ടുള്ളത്, ഇല്ലാത്ത ആരോപണം. PC ചാക്കോ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നല്ലോ. അപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവരതിന് മടിക്കുന്നത്? ഇത് നേരത്തെ ഇപ്പോഴല്ല, ഒരു കൊല്ലം മുമ്പ് ഈ PSCയുടെ നിയമനവുമായിട്ടുള്ളതിൻ്റെ പറ്റി കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് തെളിവുകളുണ്ട് എന്നുള്ളതും അതിലെ 1-2 ഓഡിയോ ക്ലിപ്പിംഗ് ഞാൻ പുറത്തുവിടുകയും ചെയ്തു. അത് മീഡിയ ഓണിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. അത് കൊടുത്തപ്പോൾ അതിനെതിരെ എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അതിൽ വലിയ മാനനഷ്ടം ബാക്കിയൊക്കെ ചോദിച്ചുകൊണ്ടാണ്, കോടികളുടെ വെച്ചിട്ടാണ് എനിക്ക് വക്കീൽ നോട്ടീസ് തന്നത്. ഞാൻ അതിന് വളരെ കൃത്യമായി മറുപടി കൊടുത്തു അദ്ദേഹത്തിന്. ഞാൻ മറുപടി കൊടുത്തതെന്താണെങ്കിൽ അദ്ദേഹം ആ കേസുമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറുപടി കൊടുത്തത്. അത്തരത്തിൽ അദ്ദേഹം കേസുമായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഈ തെളിവുകളെല്ലാം കോടതിയിൽ കൊടുക്കാമായിരുന്നു. ഞാനതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഒരാളെ അങ്ങേരെ പേഴ്സണലായിട്ടല്ല ഇതുള്ള, പേഴ്സണലായിട്ടാണെങ്കിൽ ഈ ബിജു ആബേൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അഴിമതി പാർട്ടിയുടെ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് അഴിമതി നടത്തിയതിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലെങ്കിൽ എനിക്ക് മറ്റു പലതും എനിക്കതിൽ പറയാൻ പറ്റും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എനിക്കെതിരെ അത്തരത്തിൽ കേസിന് പോവുകയാണെങ്കിൽ ഈ ഓഡിയോയിലുള്ള എല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ ഹാജരാക്കിയാൽ അതിൽ വരുന്ന മാനനഷ്ടത്തിന് ഞാൻ ഉത്തരവാദിയാവില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് എനിക്കെതിരെ കേസിന് പോകുമായിരുന്നല്ലോ, ഒരു കൊല്ലമായില്ലേ, എന്തുകൊണ്ട് കേസിന് പോയില്ല? അപ്പോൾ വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം, ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കണോ, അദ്ദേഹം എനിക്കെതിരെ കേസിന് പോട്ടെ, അന്നത്തെ അത് വെച്ചിട്ട് എന്താ ചെയ്യാത്തത്? അത് വളരെ വ്യക്തമാണ്. ഇത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിയാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിപ്പോൾ എല്ലാ ചാനലുകാരും പുറത്താക്കിയിട്ട് വാലടയ്ക്കും നമ്മൾ കണ്ടല്ലേ. അതിൻ്റെ ആവശ്യം എന്താ? ഒരു ജനമധ്യത്തിൽ നിൽക്കുന്നൊരു നേതാവിന് യാതൊന്നും ഒളിക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തിനു മീഡിയനെ പുറത്താക്കണം? ചോദ്യങ്ങൾക്ക് മറുചോദ്യം ചോദിച്ചിട്ടല്ല ഉത്തരം പറയേണ്ടത്, വ്യക്തത വരുത്താണ് വേണ്ടത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അദ്ദേഹം എഴുതി കൊടുക്കട്ടെ, ഞങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതുണ്ട്, അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുക്കട്ടെ. എന്താ ചെയ്യാത്തത്? അല്ലെങ്കിൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ, എന്താ ചെയ്യാത്തത്? PC ചാക്കോക്കെതിരെ താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിനെന്തെങ്കിലും തുടർ നടപടികളുണ്ടായോ? അല്ല, മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്ന് വേറെ തുടർ നടപടി ഉണ്ടായില്ല. അതിനാണ് DGPക്ക് കൊടുത്തതാണ് DGP ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ടത്. അത് ക്രൈംബ്രാഞ്ച് അടക്കി വെച്ചിട്ട് മറ്റുള്ളവരുടെ മൊഴി എടുക്കാതെ അവസാനിപ്പിക്കേണ്ടത്. കാരണം ഈ തെളിവുകളിൽ നിന്ന് അവർക്ക് വളരെ വ്യക്തമാണ്, മുന്നോട്ട് പോയാൽ ഈ മന്ത്രിയും കുടുങ്ങും, ഈ രമ്യ വിയാറും കുടുങ്ങും, അതുപോലെ തന്നെ ഈ PC ചാക്കോയും കൊടുക്കും. അപ്പോൾ അത് LDFന് ഒരു പ്രശ്നമായി വരുമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ബാക്കി അത് മുന്നോട്ട് പോകാതിരുന്നത്. മനസ്സിലായോ? ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നു, അതായത് രമ്യ വിയാറിനെ PSCയിൽ നിന്ന് പുറത്താക്കണം. അഴിമതി നടന്നിട്ടുണ്ട്, തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഞാനിപ്പോഴും ആവശ്യപ്പെടുകയാണ്. അത് മുഖ്യമന്ത്രി അതുപോലെ തന്നെ LDFും ഇത്തരത്തിലുള്ള ഒരു NCPS എന്ന പാർട്ടിയെ എന്തിനുകൊണ്ട് നടക്കണം? അവർ പുറത്താക്കല്ലേ വേണ്ടത്, അഴിമതി നടത്തിയവരെ. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.